ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്ക്. നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ? 2-3 മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ഇന്നിവിടെ ചോദ്യം ചെയ്യപ്പെട്ട ആളെന്ന് പറയുന്നത് UDFിൻ്റെ കൺവീനറാണ്. പ്രതിപക്ഷ നേതാവ് ഈ സാഹചര്യത്തിൽ വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെ UDFിൻ്റെ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശത്തിനോട് ആവശ്യപ്പെടുമ്പോൾ UDFിനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ വഷളാവത്തേ ഉള്ളൂ. ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? ഇത് SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ? പോറ്റിയടക്കം പ്രധാന പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടിയിറങ്ങി അന്വേഷണം ആമവേഗത്തിൽ എഴയുന്നു എന്ന സംശയത്തിലും അയ്യപ്പന്റെ സ്വത്ത് കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായ ദിവസമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായ വിഷയം അത് ശബരിമല ക്ഷേത്രക്കൊള്ള തന്നെയാണ്. അത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഏകപക്ഷീയമാവില്ല. കാരണം ഇന്ന് SITയുടെ ചോദ്യം മുൻപിൽ 2.5 മണിക്കൂർ ഇരുന്നത് UDFിന്റെ കൺവീനറാണ് അടൂർ പ്രകാശ് MP. അപകടമണത്ത കോൺഗ്രസ് അപ്പോൾ തന്നെ പ്രതികരിച്ചു. KC വേണുഗോപാൽ രാഷ്ട്രീയ പ്രേരിതം. ആ വാദം പക്ഷേ അടൂർ പ്രകാശ് അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു എന്നാണ് പ്രകാശിന്റെ പ്രതികരണം. ഈ പോയ നിയമസഭാ സമ്മേളനത്തിലും ക്ഷേത്രക്കുള്ള വിഷയം ആളിക്കത്തിച്ച പ്രതിപക്ഷം അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലോടെ പ്രതിരോധത്തിലായോ? തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ UDFിന് ബൂമറാങ്ങാവുന്ന SITയുടെ U-ടേൺ UDF. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് വസന്ത് സിറിയ, CP K ഗോപൻ, യുവരാജ് ഗോകുൽ, ശ്രീ TK രാജ്മോഹൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ വസന്ത് സിറിയക്കിൽ പോകുന്നു. ശ്രീ വസന്ത് സിറിയക്ക് ഒരു ചർച്ചയിൽ സ്വർണ്ണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാരടി വസന്ത് ഇവിടെ പാടിയിട്ടുണ്ട്. അടൂർ പ്രകാശ് കൂടി പെടുവോ എന്ന് നിങ്ങളുടെ ആശങ്കയുടെ ഈ വൈകുന്നേരം അതേ ആർജവത്തിൽ ഒന്നുകൂടി ആ പാരടി പാടാനുണ്ടോ വസന്ത്? ആ പാരഡിയുടെ ലൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. പോറ്റിയെ കയറ്റിയത് ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്നാണ് പാടിയതെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി, ഏതാണ്ട് ഇന്നലെ തൊട്ട് ഞങ്ങൾ പാടാൻ ശ്രമിക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹം പാടുന്നത് പോറ്റിയെ ഇറക്കിയത് ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ, കേസും ചെമ്പായി മാറ്റിയോ എന്നുള്ളതാണ് സംശയം. പോറ്റി ഇറക്കാൻ വേണ്ടി സെഷൻസ് കോടതിയും വിചാരണ കോടതിയും ഹൈക്കോടതിയും എന്തിനേറെ സുപ്രീം കോടതി വരെ ജാമ്യം തള്ളിയവർക്കാണ് 90 ദിവസത്തെ കാലതാമസം ഉണ്ടാക്കി കൊടുത്ത് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കൊടുത്ത് ഒരു സർക്കാർ നിൽക്കുന്നത്. എന്നിട്ട് ആ സർക്കാർ നിയന്ത്രിക്കുന്ന പപ്പറ്റുകളായി മാറി SIT ഇതാ അങ്ങ് പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തിന്റെ കുന്തമുന അത് ഞങ്ങളുടെ നേരെ തിരിച്ചു വെച്ചാൽ ചൂളിപ്പോകുമെന്ന കണക്കിന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂളാൻ ഞങ്ങളുടെ പേര് LDF എന്നല്ല, അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇത് UDF ആണ്, ഞങ്ങൾ U-ടേൺ അടിക്കില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം വിവിധ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് 10-16 തവണ U-ടേൺ അടിച്ച പിണറായി വിജയൻ അല്ല ഞങ്ങളുടെ നേതാവ്. ഞങ്ങളുടെ നേതാവ് KC വേണുഗോപാലും ശ്രീ VD സതീശനും അടക്കമുള്ള UDFിന്റെ നേതൃത്വമാണ്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെന്നും അത് ആന്റിക് വാല്യൂ ഉള്ള അമ്പലക്കൊള്ളയാണെന്നും കേരളത്തോട് ഏറ്റവും ആദ്യം രാഷ്ട്രീയ നിലപാടായി കേരളത്തിൽ കുഞ്ഞിനോ എല്ലാ കുഞ്ഞിനോ അറിയാം. അവിടെ കേരളത്തിൽ ഇതുവരെ കാണാത്ത വിധമുള്ള ഇനി ആവർത്തിച്ചു കൂടാത്ത മാരകമായ അധമമായ ക്ഷേത്രക്കൊള്ളയാണെന്ന് അതിൽ തർക്കമില്ല. അതിലെത്ര ചോദ്യം ചെയ്യലുണ്ടായി, എത്ര അറസ്റ്റുണ്ടായി? ഇപ്പോൾ മാത്രം അടൂർ പ്രകാശിനെ മാത്രം ചോദ്യം ചെയ്യുമ്പോൾ മാത്രം അത് രാഷ്ട്രീയ പ്രേരിതമാവുന്നത് എങ്ങനെയാണ്? അധികാരം മാറാൻ പോവാ കേട്ടോ എന്ന് അടൂർ പ്രകാശ് പേടിപ്പിക്കുന്നത് ആരെയാണ്? എന്തിനാ പേടി? എന്തിനാ? ആർക്കാണ് പേടി? ആർക്കും പേടിയില്ല. ഞങ്ങൾ അടൂർ പ്രകാശ് അത് SITയോടല്ല പറഞ്ഞത്, ചില മാധ്യമങ്ങളോടാണ്. ചില മാധ്യമങ്ങളുടെ ഭാഗമായി നിന്ന് ഈ കോവിഡിന്റെ സമയത്ത് ആരും അറിയാതെ ഞാനും ഹാഷ്മിയും വീടടച്ച് ഉള്ളിലിരുന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് ഈ പറയുന്ന കൊച്ചിയിലേക്ക് മരം മുറിച്ച് കടത്തിയ ഒരു ചാനലുണ്ടേ, അതിൻ്റെ മുതലാളിയുണ്ടേ, അവരോടാണ് പറഞ്ഞത്. അധികം വല്ലാതെ ഓവർ ടൈം പണി UDFിനെതിരായി ചെയ്താൽ ചിലപ്പോൾ ഇതാ സർക്കാർ മാറാൻ പോകുന്നു എന്ന സൂചന കൂടി നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അത് ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിനെതിരെ വാർത്ത കൊടുത്താൽ സുരേന്ദ്രനെ പോലെ നിലപാടാണ് ശ്രീ വസന്തരിയൊക്കെ. ആരും ആയിക്കോട്ടെ, കോൺഗ്രസിന് എതിരെ വാർത്ത ചെയ്ത് ഓവർടൈം ചെയ്തെടുത്താൽ എന്താണ്? ഓവർടൈം ചെയ്തെടുത്താൽ നിങ്ങൾ അധികാരം മാറി നിങ്ങൾ എന്ത് ചെയ്യും? വാർത്ത ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ഒന്നും ചെയ്യാനില്ല. ഓവർ ടൈം പണി ചെയ്യുന്നത് അത്ര ശരിയല്ല. 4ാം തൂണ, ജനാധിപത്യത്തിന്റെ 4ാം തൂണായി നിൽക്കുന്നവർ ഓവർ ടൈം പണി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്നാണല്ലോ അങ്ങയുടെ ചോദ്യം. ആ മുതലാളിയുടെ ചില കേസുകൾ ഇപ്പോൾ സർക്കാർ മറച്ചു വെച്ചതും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു സർക്കാർ വന്നാൽ ചിലപ്പം അന്വേഷിച്ചൊന്ന് വരും. അത് അന്വേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കും, ഉദ്ദിഷ്ടകാര്യത്തിന്റെ ഉപകാര സ്മരണ എന്ന കണക്കിനായിരിക്കും ചിലപ്പോൾ ഈ ഓവർ ടൈം പണി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടി വരും.
അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഹാഷ്മിയെ പോലെ അല്ലെങ്കിൽ 24-നെ പോലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്കൊന്നും പേടിക്കേണ്ട വരില്ല. ആരും പേടിക്കേണ്ട. അത് ഇടതുപക്ഷത്തിന്റെ കാലത്തും പേടിക്കേണ്ട, BJPയുടെ കാലത്ത് നിങ്ങൾ പേടിക്കോ? പേടിക്കില്ലല്ലോ. അതല്ലേ നമ്മളുടെ എല്ലാം നിലപാട്. പക്ഷേ സർക്കാരിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കേസിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കേണ്ടതായിട്ടുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലമാരിൽ അസ്ഥികൂടങ്ങളും ഇല്ല, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ വേറെ കാര്യം, ശ്രീ വസന്തർക്ക്, ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന അടൂർ പ്രകാശും പോറ്റിയും നിൽക്കുന്ന ചിത്രം, അല്ലെങ്കിൽ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും നിൽക്കുന്ന ചിത്രം, ആ ചിത്രം കണ്ടുകൊണ്ട് മാത്രം SIT ഒരു MP UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന മൗഢ്യചിന്ത വസന്തരേക്കിനുണ്ടോ? അല്ല, അത് മാത്രമാണല്ലോ ബേസ്. അതിനപ്പുറത്ത് എന്താണ് ബേസ് എന്ന് പറയേണ്ടത്? SIT ആണ്. 2, കടകംപള്ളി സുരേന്ദ്രനെ പോലെ തലയിൽ മുണ്ടിട്ടല്ല അടൂർ പ്രകാശ് ചോദ്യം ചെയ്യാൻ പോയത്. അടൂർ പ്രകാശിനോട് ഇത് രഹസ്യമായി വെക്കാമെന്നും അങ്ങേക്ക് നോട്ടീസ് കിട്ടാനുള്ള സാവകാശമുണ്ടെന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടൂർ പ്രകാശിനെ പോലെ ലോക്സഭയിലെ ഒരു MP ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ 14 days നോട്ടീസ് അത് മാൻഡേറ്ററി ആണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇതാ ഇന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ ഇന്നേ വരാൻ തയ്യാറാണ്, ഇതാ അപ്പുറം വഴി പോകാം, അങ്ങേക്ക് മാധ്യമങ്ങളെ കാണാതെ പോകാനുള്ള അവസരമുണ്ട്, വേണ്ട ഞാൻ മുമ്പിൽ കൂടെ പോകുന്നുള്ളൂ എന്ന് കൃത്യമായി പറയുകയും മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യുകയാണ് അടൂർ പ്രകാശ് ചെയ്തത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല. കടകംപള്ളിയെ ചോദ്യം ചെയ്ത കാര്യം 14 or 15 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സർക്കാർ വിലാസം മാധ്യമങ്ങൾക്ക് പോലും കിട്ടിയത്. മനസ്സിലായല്ലോ? സർക്കാർ വിലാസം മാധ്യമങ്ങൾക്ക് പോലും കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന വാർത്ത കിട്ടാൻ 14 ദിവസം കഴിയേണ്ടി വന്നു. അത്രയും ദിവസം SIT അത് മറച്ചു വെച്ചു. എന്തിനാണത്? ഇതാ അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കാൻ പോകുന്നേ, ചോദ്യം ചെയ്യാൻ പോകുന്നേ എന്ന് പാടന്മാർ പാടി നടക്കുന്ന പോലെ CPM-കാർ പാടി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പൊ സോണിയാഗാന്ധിയെ കണ്ടു, ആ കൂടെ പടത്തിൽ അടൂർ പ്രകാശുമുണ്ട് എന്ന കണക്കിനാണോ അന്വേഷണം മുമ്പോട്ട് പോകേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മോഷണ കേസാണ്. FIR ഇട്ടിരിക്കുന്നതും ഒന്നാമത്തെ കേസ് മോഷണമാണ്. അതിൽ ഈ 90-95 ദിവസമായിട്ട് മോഷണ കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കാത്ത SIT ആണ് കേട്ടോ. വലിയ മിടുക്കന്മാരാണ്, വലിയ കേമന്മാരാണ്. തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? ഒരു മോഷണ കേസിൽ ഒന്നാമത്തെ പ്രൈം പോയിന്റ് എന്ന് പറയുന്നത് എന്താ? പ്രൈം പോയിന്റ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് എന്താ? അത് തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? കണ്ടെത്തിയ സ്വർണം തന്നെ ശബരിമലയിലെ സ്വർണ്ണമാണോ അതോ മറ്റേതെങ്കിലും ആണോ എന്നതിൽ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ചുമപ്പം എടുത്താണെങ്കിൽ അത് ശബരിമല സ്വർണ്ണമൊന്നുമല്ല. അതാണെങ്കിൽ എന്താണ്? അത് തത്തുല്യമായ സ്വർണ്ണം കൊടുത്തു എന്നാ പറയുന്നത്. തത്തുല്യമായ സ്വർണ്ണമാണെങ്കിൽ എന്തിനാണ് SIT എടുത്ത് അലമാരിക്കകത്ത് വെച്ചെന്ന് ഇപ്പോഴും എനിക്ക് പിടിയിട്ടില്ല കേട്ടോ. പോട്ടെ, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് ഞാൻ അങ്ങനെ എത്താം. ശ്രീ PK കോമൻ, ഇവിടെ അടൂർ പ്രകാശ് പോറ്റിയ ചിത്രം വന്നു ഇന്നലെയല്ല, സോണിയാഗാന്ധിയുമായി ഉള്ള ചിത്രം വന്നതും ഇന്നലെയല്ല, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു SIT എന്ന വാർത്ത വന്നതും ഇന്നലെയല്ല. ഇന്നലെ UDF-ന്റെ പൊതുയോഗ യാത്ര തുടങ്ങുന്നു. ആ ദിവസം തന്നെ KC വേണുഗോപാലിനെ ഉന്നമിട്ട് മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നു. രണ്ടാം ദിവസം UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ആ ടൈമിംഗ് ഇതിലൊരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ PK കോമൻ? അല്ല, അങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ ആരെയാ കുറ്റം പറയേണ്ടത്? ഗവൺമെൻറ്റിനെയാണോ? അത് വളരെ കൃത്യമായി ബഹുമാന്യ ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമില്ലേ? നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. അത് കേരളീയ ജനതയ്ക്കുള്ള മറ്റുള്ള ആക്ഷേപങ്ങളൊന്നും അവർ പരിഗണിക്കില്ല. പക്ഷെ കേരളീയ സമൂഹത്തിന് അത്ര ആശങ്ക ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടി ബഹുമാന്യ ഹൈക്കോടതി അതിൽ ക്ലാരിറ്റി വരുത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമാണ് SIT പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്, ജാമ്യം എടുത്തു പോയി എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല, അത് അവർ തെളിവ് കണ്ടെത്താനുള്ള നല്ല പരിശ്രമത്തിലാണ്, തെളിവിൻ്റെ അഭാവത്താൽ ജാമ്യം കിട്ടി പോകുന്നതിനേക്കാൾ നല്ലതാണ് അല്പം താമസിച്ചായാലും തെളിവുകൾ നിരത്തി അറസ്റ്റ് ചെയ്യുന്നത് എന്നത് ബഹുമാന്യ ഹൈക്കോടതി വ്യക്തമാക്കിയതോടുകൂടി ഈ പറയുന്നതല്ല ഇപ്പോൾ ജാഥ തുടങ്ങുന്നതിന് ഹൈക്കോടതിയായിട്ട് എന്തോ അതിന് ബന്ധം? ജാഥ തുടങ്ങുന്നതോ തുടരുന്നതോ KC വേണുഗോപാലോ മറ്റേതെങ്കിലും ഗോപാലന്മാരോ ഇതൊന്നും അതിനൊരു പ്രശ്നമല്ല. അത്രമാത്രം കോടതിക്ക് അതിൻ്റെ കാര്യമില്ല. രാഷ്ട്രീയ പശ്ചാത്തലമോ മറ്റ് പ്രചാരണ കാര്യങ്ങളോ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ അജിംസെ, ശ്രീ അടൂർ പ്രകാശ് ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ എന്തെല്ലാം കഴിയും കേരളീയ സമൂഹത്തിന്? മാധ്യമപ്രവർത്തനം നിരത്തിൽ അങ്ങ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഭരണം കയ്യിൽ കിട്ടിയില്ല, 3 മാസം കഴിയുമ്പോൾ കിട്ടിയാൽ 4ാം തൂണെന്ന് ഇവിടെ വിശേഷിപ്പിച്ച സിംഗിൾ ഇൻവെർട്ടർ കോമ 4ാം തൂണെന്ന് വിശേഷിപ്പിച്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞു. ഭരണം കിട്ടിയാൽ, കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ വരട്ടിയാൽ, കിട്ടിയാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് ഒളിക്കാനുണ്ടോ ഒളിക്കാനില്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ 4ാം തൂണിനോടുള്ള ഒരു ഭീഷണി കണ്ടോ? അധികാരം കിട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഭീഷണി കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മനോരമയ്ക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്യണമായിരുന്നു സർ? ഒരു ദിവസം
10 വാർത്തയുണ്ടെങ്കിൽ 9.5 വാർത്തയും CPM-നെതിരായും LDF-നെതിരായും ശരിയും തെറ്റും അർത്ഥസത്യങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു പാർട്ടിക്കെതിരായി ഒരു ഗവൺമെൻറ്റിനെതിരായി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ഞങ്ങൾ വരട്ടുന്നുണ്ടോ? അവർ പറയുന്ന വിമർശനത്തിന് ഞങ്ങൾ മറുപടി പറയുന്നു. അവർ പറയുന്ന കുറ്റപ്പെടുത്തലിന് ഞങ്ങൾക്ക് ന്യായീകരണം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രതികരിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെന്താ ഞങ്ങൾ ചെയ്യുന്നത്? എന്തൊരു വിരട്ടലാണ് നടത്തിയത് ഒരു ചാനൽ, എന്നിട്ട് ആ ചാനലിനെ ആക്ഷേപിക്കുകയാണ്, വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കുന്നു, അതിൻ്റെ സ്വഭാവത്തെ ആക്ഷേപിക്കുന്നു. അതൊക്കെ ചാനലുകൾ തമ്മിലുള്ള മത്സരവും അല്ലെങ്കിൽ അതിനകത്ത് സാമ്പത്തിക കേന്ദ്രങ്ങളും അതൊക്കെ ഇരിക്കട്ടെ, അതൊന്നൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്. പക്ഷേ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ വിരട്ടാൻ പരിശ്രമിക്കുക, പച്ചയായിട്ട് വിരട്ടുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് 2019 ഞാൻ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ എന്നെ ഒരു ചടങ്ങിന് ക്ഷണിക്കാൻ അദ്ദേഹം വന്നു. യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത് 2019. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്, എനിക്കറിയത്തില്ലായിരുന്നു പോറ്റിയെ. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നെ അന്നദാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പിന്നെ വന്ന് ക്ഷണിച്ചു. അന്നദാനം എന്ന ശ്രീ അജിംസെ 2016. അപ്പം ഇവിടെ അടൂർ പ്രകാശ് പറഞ്ഞതെന്നാ 2019 യാദൃശ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം പറഞ്ഞ് എന്തെല്ലാം അപകടത്തിൽപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഈ അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എല്ലാം കൂടെ സോണിയാഗാന്ധിയുടെ കണ്ട ഡേറ്റ് എന്താണെന്ന് ആൻഡോ ആൻ്റണി പറയുന്ന പത്രസമ്മേളനത്തിൽ അങ്ങ് നോക്കിയട്ടെ, അത് 2013. അപ്പോൾ സോണിയാഗാന്ധിയെ ഇവർ കണ്ടത് 2013 ആൻഡോ ആൻ്റണി പറയുന്നു. 2019 യാദൃശ്യമായി കണ്ടെന്ന് അടൂർ പ്രകാശ് പറയുന്നു. 2016 നടന്ന ചടങ്ങിലേക്ക് 2019 ശേഷമാണ് എന്നെ ക്ഷണിച്ചതെന്നും പറയുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിൽ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എന്തിനാണ് ക്ഷണിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. ചാരിറ്റി പ്രവർത്തനമുള്ള ആളാണ് അദ്ദേഹം. എന്ത് ചാരിറ്റി പ്രവർത്തനമാണ് അത് നിങ്ങളോട് പറയത്തില്ല. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇവർ ചോദിച്ചോ പറയുക, അത് ഞാൻ നിങ്ങളോട് പറയത്തില്ല. അതെ, അത് പറയുന്നുണ്ട്. കടകംപള്ളി പറഞ്ഞല്ലോ കാര്യം, കടകംപള്ളി പറഞ്ഞല്ലോ, കടകംപള്ളി അത് പറഞ്ഞല്ലോ, കടകംപള്ളി വീട് വെച്ച് കൊടുക്കുന്ന കാര്യം കടകംപള്ളി പറഞ്ഞല്ലോ. ഇനി മുണ്ടിട്ടതിൻ്റെ കാര്യം ശ്രീ അജിംസെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കേ, അടൂർ പ്രകാശ് ഏത് വാഹനത്തിലാണ് വന്നേ? അദ്ദേഹം സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന MP എന്നുള്ള ഇന്നോവ കാറ് മാറ്റിയിട്ട് ഒരു ചുവന്ന കാറിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വന്നത്. ഇവിടെ തലയിൽ മുണ്ടിട്ടു എന്നുള്ളതിൻ്റെ കഥ പറഞ്ഞല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യലിന് സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഇത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താ എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചതിലെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു പടത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ചോദ്യം ചെയ്യുന്നത്. പടത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നേരത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ SITയെ സംബന്ധിച്ച് ജാഥ നോക്കിയിട്ടല്ല അവർ ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ട് MP പോലുള്ള ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല അജിംസെ അറിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അജിംസെ പടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. പടം വന്നോ 1-2 ദിവസം കഴിഞ്ഞ് ചോദ്യം ചെയ്യണ്ടേ? പേര് മാറിപ്പോന്നു, ഹാഷ്മി. സോറി, ക്ഷമിക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പറഞ്ഞു. അങ്ങ് അന്നേരം ഇടപെട്ടെങ്കിൽ ഞാൻ തിരുത്തി. ഇങ്ങനെ മാറി വരുന്നുണ്ട്. ചേർത്ത് പറയാമോ? അതായത് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന അതീവ രഹസ്യം, PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന അതീവ രഹസ്യം, അജികുമാറിനെ ചോദ്യം ചെയ്യുന്ന അതീവ രഹസ്യം, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് 1 മാസം മുന്നേ മാധ്യമങ്ങൾ അറിയുന്നു, കൃത്യമായി പ്രകാശ് എത്തുന്നത് അറിയുന്നു, പ്രകാശിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങി വരുന്നത് കൃത്യമായി വിഷ്വൽ കിട്ടുന്നു. അതിനകത്തൊക്കെ ഈ ടൈമിംഗ് പറയുന്നവർ എന്തോ ഒരു പ്രശ്നമില്ലേ CPK ഗോവൻ? ഇല്ല ഹാഷ്മി, നിങ്ങൾ പത്രക്കാരാണ് അത് പറയേണ്ടത്. കടകംപള്ളിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നോ കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുക്കലായിരുന്നോ? ചോദ്യം ചെയ്യലായിരുന്നു. ഇതിന് വ്യത്യാസമുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്താണോ കടകംപള്ളി ചോദ്യം ചെയ്യലായിരുന്നു. കടകംപള്ളിയിൽ വിവരങ്ങൾ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ ഇതേ പ്രോസസ് തന്നെ, ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക, ചോദ്യം ചെയ്യുക, തന്നെ മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ. അല്ല ഞാൻ പറയട്ടെ, അല്ല അതിന് ഞാനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ പറയാം അതിന്. അതായത് കടകംപള്ളിയിൽ നിന്ന് അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കൊടുത്ത വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ചില ക്ലാരിറ്റി വരുത്തണമായിരുന്നു. മൊഴിയെടുക്കൽ ആണ് നടന്നത്. കടകംപള്ളിക്ക് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യുന്നു, അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യുന്നു.
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്ത ദിവസം കൂടിയാണ്. അടൂർ പ്രകാശിനും ചോദ്യം. ഈ രണ്ട് മൊഴികളുടെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യലാണ്. ഇനി മാധ്യമങ്ങളാണ് ഈ വാർത്ത കൊടുത്തത്. കടകംപള്ളിയെ സംബന്ധിച്ച് അവർക്ക് വാർത്ത കിട്ടാതെ പോയത് എന്താണെന്ന് എനിക്കെങ്ങനെ പറയാം. നമുക്ക് വാർത്ത അടൂർ പ്രകാശ് പരസ്യമായിട്ട് അതിനുശേഷം നമുക്ക് വാർത്ത കിട്ടുന്നത് SIT സോഴ്സിൽ നിന്ന് തന്നെയാണ്. SIT പറയാൻ നമുക്ക് തന്നെയാണ് വാർത്ത കിട്ടുക. SIT സോഴ്സിൽ നിന്ന് തന്നെ വാർത്ത കിട്ടുക. അപ്പോൾ കടകംപള്ളിയും പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്ന വാർത്ത പുറത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്ന SIT ആണ്. അടൂർ പ്രകാശ് നോട്ടീസ് കൊടുക്കുന്ന കാര്യം ഒരു മാസം SIT ആണ്. ഹൈക്കോടതി അല്ല, അതിലൊരു കാരണമുണ്ട്. ഹൈക്കോടതി മാധ്യമങ്ങളെ ഒന്ന് ചെറുതായിട്ട് കൈകാര്യം ചെയ്തായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ്. ഈ SITക്ക് കൂടെയുള്ള ഒരു മറുപടി ആയിരിക്കും അത് ഹൈക്കോടതി കൊടുത്തത്. കാരണം ഹൈക്കോടതി മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത് ശ്രദ്ധിച്ചു വേണമെന്നും നല്ല താക്കീത് മാധ്യമങ്ങൾക്കും ഹൈക്കോടതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടി അതിനകത്ത് സൂചന വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് അടൂർ പ്രകാശ് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടല്ലോ. ഇത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഇരിക്കട്ടെ, അടൂർ പ്രകാശ് ഇറങ്ങി മാധ്യമങ്ങൾക്ക് വിശദീകരണം കൊടുത്തല്ലോ. അപ്പോൾ പിന്നെ അത് രഹസ്യമായ ഒരു കാര്യമല്ലല്ലോ. വിശദീകരണം കൊടുത്തപ്പോഴാണല്ലോ അദ്ദേഹം ഈ അപകടങ്ങളെല്ലാം, വൈരുദ്ധ്യാത്മകമായ അപകടങ്ങളെല്ലാം വിളിച്ചു പറയേണ്ടി വന്ന വൈരുദ്ധ്യം ഉണ്ടെന്ന് PK പറഞ്ഞ സത്യമാണ്. അത് ആ വസ്തുതയിലേക്ക് ഞാൻ അതിന് മറുപടിക്ക് എത്തുകയും ചെയ്യാം. ശിവരാജ് ഗോകുൽ, ഇവിടെ SIT ഈ പറയുന്നത് പോലെ നേരായ വഴിക്ക് പോകുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ SIT നേരായ വഴിക്ക് പോകുന്നു. ആ നേരായ വഴിക്ക് പോകുന്നതിന്റെ ഭാഗമാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ എന്ന് BJP വിശ്വസിക്കുന്നുണ്ടോ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഈ വിഷയത്തിനകത്ത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടുകൂടിയാണ് ഇപ്പോൾ ഹാഷ്മി പറഞ്ഞൊരു കാര്യം കേട്ടത്. അതായത് SIT സോഴ്സുകളിൽ നിന്നാണ് അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യുന്ന വിവരം മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള കാര്യം. കഴിഞ്ഞ മാസം ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതീവ രഹസ്യമാക്കി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തയാള് SIT. ഇത്തവണ അവർ തന്നെ വാർത്ത ചോർത്തി മാധ്യമങ്ങൾക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ അംശമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. ഇവിടെ ശ്രീ അടൂർ പ്രകാശ് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ശ്രീ PK ഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹം പോയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന തീയതികളും കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രവുമല്ല, സോണിയാഗാന്ധി എന്ന് പറയുന്നയാൾ എത്രമാത്രം അധികാരത്തിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പോറ്റിക്ക് വെറുതെ അങ്ങ് കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രസാദമായിട്ട് കയറി ചെന്ന് കാണാൻ പറ്റുന്ന ആളൊന്നും അല്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് സോണിയാഗാന്ധിയുടെ കൂടെ പഠിച്ച ആളോ സോണിയാഗാന്ധിക്ക് വളരെ അടുപ്പമുള്ള ആളോ അവർ സമപ്രായക്കാരോ ഒന്നും അല്ലല്ലോ. കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ടുള്ള പരിചയം തന്നെ ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ബന്ധം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിരവധി പോറ്റിമാരുണ്ട്, നിരവധി വോട്ടർമാരുണ്ട്, നിരവധി ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അടൂർ പ്രകാശ് എത്ര പേരെ കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നവരുള്ളൂ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളെ കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ അത്രയേറെ ബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കേസിനകത്ത് വലിയ പ്രാധാന്യം ആ ബന്ധത്തിനുണ്ട്. അപ്പോൾ ആ ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും ഒക്കെ വളരെ നേരത്തെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 1/2 കൊല്ലമെങ്കിലും ആയി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേരള രാഷ്ട്രീയവും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചർച്ച ചെയ്യുക തുടങ്ങിയിട്ട്. 1/2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടോ വാട്ടെവർ SIT വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ആ പാട്ടാണ്. ഏത് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ആ പാട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ ആ പാട്ട് പാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെയും ഈ കേസ് എങ്ങനെയെങ്കിലും കുറച്ച് 1-2 ആൾക്കാരിലൊക്കെ എത്തിച്ച് അന്വേഷണത്തിന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മന്ദീഭവിപ്പിച്ച് ആൾക്കാരുടെയും ഹൈക്കോടതിയുടെയൊക്കെ കണ്ണിൽ, ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ നിന്ന് വിമർശിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിനെ കൊണ്ട് മനുഷ്യസാധ്യമാകുന്ന തലത്തിൽ എല്ലാത്തിലും വിമർശിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിന്റെ പോക്കിനെ ഉൾപ്പെടെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ
ആ വിമർശനങ്ങളൊക്കെ എന്താണ് ഫലവത്താവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോരുത്തരായിട്ട് ജാമ്യം കിട്ടി, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ നമ്മൾ എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിമർശനങ്ങൾ ഹൈക്കോടതിക്ക് പോലും ഉണ്ട്. ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ വിഭാഗം ശരിയായിട്ടല്ല, പ്രത്യേക അന്വേഷണ കമ്മീഷൻ അത്ര ശരിയായിട്ടല്ല അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഹൈക്കോടതിക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ശരി തന്നെയാണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഏതെങ്കിലുമൊക്കെ 2-3 ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ പത്മകുമാർ വരെ ഉള്ളവരിൽ എത്തിച്ചിട്ട് ഈ കേസ് അന്വേഷണം പൂട്ടിക്കെട്ടി പോയിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഇത് പോറ്റിയെ കേറ്റിയെ സ്വർണം കെട്ടത് സഖാക്കളാണ് എന്ന് ജനങ്ങൾ പാടും എന്നറിയാമെന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള അവരുടെ കൂട്ടാളികളായിട്ടുള്ള, ഇപ്പൊ സ്വർണം കെട്ടത് സഖാക്കളാണെന്നുണ്ടെങ്കിൽ വിറ്റത് കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ്. ആ വിറ്റ കോൺഗ്രസ്സുകാരിലേക്ക് കൂടി അന്വേഷണം എത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ നിർബന്ധിതരായിരിക്കുന്നതാണ്. കാരണം ഇത്തരത്തിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇനി കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടാവും. എൻ്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ച് ചോദ്യം ചെയ്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കിട്ടി. ഇത് മിക്കവാറും LDF UDF തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് പോലും സംശയിക്കേണ്ടി വരും. കാരണം എന്താണ്, LDF-ന് തിരിച്ച് UDF-ന്റെ മേലും പഴിചാരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കിട്ടി, UDF-ന് കാലാകാലങ്ങളായിട്ട് LDF-ന്റെ മേലും പഴിചാരാൻ വേണ്ടിയിട്ട് കാര്യം കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ഗെയിം കഴിഞ്ഞു. യഥാർത്ഥ പ്രതികളിലേക്ക് ഇനി എത്തില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങളെ മാത്രമല്ല നിങ്ങളെയും വിളിച്ച് ചോദ്യം ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം എങ്ങും എത്തിത്തീരും എന്നുള്ളൊരു വിശ്വാസം നിലവിലെ പോക്ക് കണ്ടിട്ട് നാടകവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തെ ആദരവോടെ കാണുന്ന ആരും അങ്ങനെ സംശയിച്ചാൽ പഴി പറയാനും കഴിയില്ല. TK രാജമോഹൻ, അതിന് കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, തൊണ്ടി എവിടെ അറിയില്ല, ക്രൈമിന്റെ രീതി എങ്ങനെ അറിയില്ല, കുറ്റപത്രം എവിടെ അറിയില്ല, പോറ്റി അടക്കം ഇറങ്ങിപ്പോയി, വാസുവും പത്മകുമാറും ജയിലിനകത്ത് തുണിയും മണിയും ഒക്കെ എടുത്ത് വീട്ടിൽ പോകാൻ ഭാഗ്യമാക്കിയെന്ന് കേൾക്കുന്നു. ഇവിടെ SIT വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അങ്ങേക്ക് എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടോ TK രാജമോഹൻ? ശ്രീ ആഷ്മി, ഈ SIT പറയാണ് അവർ ശരിയായ ദിശയിലാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയാണ് അവർ ശരിയായ ദിശയിലാണ്. അപ്പോൾ ഈ രണ്ടാൾക്കാരും ശരിയായ ദിശയിലാന്ന് പറയുമ്പം പാവം ഭക്തജനങ്ങളായ നമ്മളെപ്പോലത്തെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം വി റെസ്പെക്ട് ദ കോർട്ട് ഓഫ് ലോ. പക്ഷെ അതേസമയം തന്നെ ഹൈക്കോടതിയുടെ വേറൊരു ബെഞ്ച് വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് SITക്കെതിരായിട്ട് ഭയങ്കരമായ കമൻസ് പറയാണ്. അപ്പോഴൊരു കോൺട്രഡിക്ഷൻ എവിടെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് SITയുടെ പോക്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഉത്തരവാദിത്വം SITക്ക് തന്നെയാണ്. കാരണം SIT ഫോം ചെയ്തിരിക്കുന്നത് വളരെ ഒരു സ്പെസിഫിക് പർപ്പസിനാണ്. 2 കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ആ 2 ഇൻവെസ്റ്റിഗേറ്റ് നടത്തുമ്പോൾ ഒരുപാട് പല കേസുകളും വരും. പക്ഷെ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ ഈ 2 കേസിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ കേസിൻ്റെ കിങ് പിന്നായ ഈ പോറ്റി ഒരു കാരണവശാലും ഡിഫോൾട്ട് ബെയിലിൽ ഇറങ്ങൂലായിരുന്നു. കാരണം ഇത്ര പ്രമാദമായ കേസിൽ, ഇത്ര ഒരു റയറസ്റ്റ് ഓഫ് റയർ കേസിൽ ഇതിൻ്റെ കിങ് പിന്നെ മെയിൻ അക്യൂസ്ഡിന് 90 ഡേയ്സിനകത്ത് ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റാൻ കഴിയാത്തത് അന്വേഷണ ഏജൻസിയുടെ വലിയ പിടിപ്പുകേട് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും അന്വേഷണ ഏജൻസിൻ്റെ ആ ഭാഗം എന്തായാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. വളരെ അൺഫോർച്ചുനേറ്റ് ആണത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റ്, അതായത് ഈ അക്യൂസ്ഡായ ഈ മെയിൻ അക്യൂസ്ഡായ ഈ പോറ്റിയെ ട്രാപ്പ് ചെയ്യേണ്ട ലെവലിലെ എല്ലാ എവിഡൻസുകളും ഓൾറെഡി കയ്യിലുണ്ട്. കൊഗ്നിസൻസ് എടുക്കേണ്ടതുണ്ട്. ആ കൊഗ്നിസൻസ് വെച്ചിട്ട് ഒരു ചാർജ് ഷീറ്റ്, പ്രിലിമിനറി ചാർജ് ഷീറ്റ് അറ്റ്ലീസ്റ്റ് പോറ്റിയുടെ പേരിലെങ്കിലും കൊടുക്കണമായിരുന്നു. കാരണം പോറ്റി പുറത്തേക്ക് ചാടുമ്പോൾ അല്ലെങ്കിൽ ബെയിൽ ഔട്ട് ചെയ്യുമ്പോൾ ഈ അന്വേഷണ ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇയാൾ പുറത്ത് കടന്നാൽ സാക്ഷികളെ സ്വാധീനിക്കും, അല്ലെങ്കിൽ എവിഡൻസ് ടാമ്പർ ചെയ്യും ഒക്കെയാണ്. അതിപ്പോഴും നടക്കും. അപ്പോൾ ഒരു കാരണവശാലും അന്വേഷണ ഏജൻസി ഈ പ്രതിയെ പുറത്ത് കടക്കാൻ പാടില്ലായിരുന്നു. അത് വലിയൊരു വീഴ്ചയാണ്. ആ വീഴ്ച ഇടയ്ക്കിതെല്ലാം ഹൈക്കോടതി മേൽനോട്ടമാണ്, SIT വിശുദ്ധ പശുവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്തും ഈ തന്ത്രി അറസ്റ്റ് ചെയ്തു. തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് വളരെ ഫ്ലിംസിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചത് എന്താണ്, റിമാൻഡ് റിപ്പോർട്ട് അത്രയൊക്കെ പറയൂ, ജാമ്യ ഹർജി എതിർക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വരും. തന്ത്രിയുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് SIT കൊല്ലം കോടതിയിൽ റിപ്പോർട്ട് ഒരു ദിവസമാണ് ഇന്ന്. അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഈ തന്ത്രിയുടെ ഏതോ 2.5 കോടി സ്മാർട്ട് സിറ്റി, അല്ല ഈ പറയുന്ന എന്താണ് മറ്റേ സ്മാർട്ട് ക്രിയേഷൻ ബന്ധം ഒന്നും ആ റിപ്പോർട്ടിലും ഇല്ല. തന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നു, അരിഞ്ഞ വാങ്ങിയില്ല തുടങ്ങി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഫ്ലിംസിയായ ദുർബലമായ അതേ കാര്യങ്ങൾ അവിടെയും പറയുന്നുണ്ട്. വാജിവാഹനം,
ഈ വാജിവാഹനം തന്ത്രി കൈമാറുന്നത് കൃത്യമായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ അറിവോടെയും അതുവഴി ഹൈക്കോടതിയുടെ അറിവോടെയും ആണെന്ന് വ്യക്തമാണ്. ഇനി കുടിമര നിർമ്മാണമോ ഈ പറഞ്ഞ പുകമറയൊന്നും ഇല്ലെന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയിൽ കൊടുത്ത ഈ റിപ്പോർട്ട് തന്നെയാണ് സാക്ഷ്യം. എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തത് മുതൽ അവസാന നടപടി വരെ അത്രയും ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ പണിക്കിടയിൽ എന്താണ് നമ്മുടെ കുടിമരത്തിൻ്റെ പണിക്കിടയിൽ മണ്ണിൽ വീണു പോകുന്ന സ്വർണ്ണത്തൈകളുണ്ടല്ലോ, അതുപോലും അരിച്ചെടുത്ത് അളന്ന മഹസറിൽ രേഖപ്പെടുത്തി ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ആ ജോലിക്ക് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി അഭിനന്ദിച്ചതാണ്. അപ്പോൾ എന്തിനാണ് അതിലേക്കൊക്കെ അന്വേഷണം ഇങ്ങനെ പരന്നുപോയത് എന്നത് ഇപ്പോൾ സംശയം തോന്നുന്നു ശ്രീ ടി കെ രാജ്മോഹൻ? തീർച്ചയായിട്ടും ഹാഷ്മിയെ, ഇത് ഫോക്കസ്, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഈ SIT ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ദേ ഷുഡ് ബി ഫോക്കസ്ഡ്. ഈ 2 കേസിൽ ഫോക്കസ് ചെയ്ത് പോകണം. അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുമ്പം വേറെ ഒരുപാട് കേസുകൾ കിട്ടും. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ മാതിരി പല കേസുകളും വരുമായിരിക്കും. പക്ഷെ ആ കേസുകളൊക്കെ ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് സെപ്പറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസിന് വേറെ SIT അല്ലെങ്കിൽ വേറൊരു ടീമിനെ ഫോം ചെയ്യണം. കാരണം ഈ 2 കേസിൻ്റെ ഫോക്കസ്ഡായ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങില്ലായിരുന്നു. അത് വലിയൊരു വീഴ്ചയാണ് പറ്റിയിരിക്കുന്നത്. കാരണം ഇനി ബാക്കിയുള്ള ആൾക്കാരും ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ലാക്യുനാസ് ഉണ്ട് ഹാഷ്മി, ഒരുപാട് വീഴ്ചകളുണ്ട്. നമ്മൾ എണ്ണി പറഞ്ഞാൽ അത് പ്രതികൾക്ക് സഹായകരമാകുന്നു എന്ന് മാത്രമല്ല, അത് നമ്മുടെ SIT എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വളരെ ഉന്നതിയിൽ കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമാണ് നമ്മുടെ പോലീസിൻ്റെ. അപ്പോൾ അതിലൊക്കെ പൊതുമധ്യത്തിൽ ഒരു മോശം അഭിപ്രായം വരും. അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമായിരുന്നു. കാരണം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പം അന്നത്തെ ബോർഡ് ചെയർമാൻ ശ്രീ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യുന്നത് ആഫ്റ്റർ 30 days. ഒന്നാലോചിച്ച് നോക്കുക. അപ്പം അത് വളരെ ക്ലിയറാണ്. ഒരു ബോർഡിൻ്റെ ഒരു ചെയർമാനും 2 മെമ്പർമാരും ഉണ്ടെങ്കിൽ അവരുടെ ക്രിമിനൽ ലയബിലിറ്റി 3 പേർക്കുണ്ട്. അതിൽ കൂടുതൽ ബ്രില്യൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ ചെയർമാൻ അറസ്റ്റ് ചെയ്താൽ നെക്സ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് മറ്റു 2 പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്തില്ല, അത് നീട്ടിക്കൊണ്ടുപോയി. കൂടാതെ ഇവരുടെയൊക്കെ ഈ ഹാൻഡ് റൈറ്റിംഗ് എടുക്കണം എന്നുള്ള നിയമം അങ്ങനെയാണ്. അപ്പോൾ ഇവരെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ സാമ്പിൾ എടുക്കുന്നത് തന്നെ എപ്പോഴാണ്? അതുപോലെ തന്നെ ഒരുപാട് നമ്മളത് എണ്ണി പറയരുത്. കാരണം ഞങ്ങളുടെയൊക്കെ കേരള പോലീസിൻ്റെ വളരെ ഉന്നതിയിലുള്ള കേരള പോലീസിൻ്റെ ഒരു ടീമാണത്. അപ്പോൾ അവർക്ക് വീഴ്ച പറ്റിയത് എന്നെപ്പോലെ ഉദ്യോഗസ്ഥന്മാർ പൊതുമന്ത്രിയിൽ വന്ന് വിളിച്ച് പറഞ്ഞത് ശരിയല്ല. പക്ഷേ ഈ അന്വേഷണ ഏജൻസി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട ബദ്രുദ്ദീൻ ജഡ്ജ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കുന്ന അദ്ദേഹം ആ ഓർഡറിൽ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശത്തിന് മറികടന്നുകൊണ്ടാണ് ഒരു മന്ദത അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷൻ വന്നിരിക്കുകയാണ് ഈ അന്വേഷണ ഏജൻസിയിൽ. അതിൽ വളരെ എന്താ പറയേണ്ടത്, അൺഫോർച്ചുനേറ്റ് ആണത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ സമാനതയില്ലാത്തൊരു കേസാണിത്. പാവപ്പെട്ടവൻ്റെ എല്ലാ ഒരു ആശയമായ ഒരു സംഗതിയാണ് ശബരിമലയിലെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്, പാവങ്ങളാണ് അവർ. അപ്പം അവരുടെ ഇത്തരത്തിലുള്ള മുതലുകൾ അത് ആരാണോ നോക്കേണ്ടത്, ആരാണോ സൂക്ഷിക്കേണ്ടത്, ആരാണോ സംരക്ഷിക്കേണ്ടത്, അവർ കൊള്ളയടിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞ ഒരു കാര്യമില്ല. അത് UDF ആയാലും LDF ആയാലും BJP ആയാലും ഇത് പൊളിറ്റിക്സ് അല്ല വേണ്ടത്. നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇത്ര പരിഭാവനമായ ശബരിമലയിലെ ഈ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മോഷ്ടിക്കപ്പെട്ടതിൽ അത് നടത്തിപ്പുകാരുണ്ട്, അതിൽ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. അതിലൊന്നും ആരും ഒരു കുറ്റം പറയില്ല. പക്ഷേ അന്വേഷണ ഏജൻസി ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ ചെയ്യണം. അതാണ് പറയുന്നത്. ഇപ്പോൾ പല ചർച്ചകൾ വരും പറഞ്ഞു, ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ ആരും അറിഞ്ഞില്ല, വേറൊരാളെ ചോദ്യം ചെയ്യാൻ അറിഞ്ഞു. ഇതൊക്കെ സംശയമാണ്. അതൊക്കെ ഒഴിവാക്കണം ഈ ഇത്തരത്തിലുള്ള SIT. കാരണം അത് ഡയറക്റ്റ് ഹൈക്കോടതിൻ്റെ കീഴിലാണ്. അവർക്ക് ആരെയും പേടിക്കാനില്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷറിനെ അവർ താങ്ങേണ്ട ആവശ്യമില്ല. ഹൈക്കോടതിന്റെ കീഴിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ആൾക്കാരെ ചോദ്യം ചെയ്യുന്നത് അറിയുന്നതും അല്ലെങ്കിൽ വേറെ സെറ്റ് ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന അറിയാത്തതും ഒക്കെ ഈ പറയുന്ന അകത്തെ സോഴ്സിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന വാർത്ത, അല്ലാതെ മാധ്യമങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒളിക്യാമറ ഒന്നും ഇല്ലല്ലോ അറിയുന്നത് അറിയാതെ ഇരിക്കാൻ. ശ്രീ വസന്ത് സിറിയക്ക് ഇതൊക്കെ പറയുമ്പോഴും നേരത്തെ ശ്രീ PK ഗോപൻ ചൂണ്ടിക്കാണിച്ച അടൂർ പ്രകാശ് ഈ പോറ്റിയുമായി ബന്ധത്തിൽ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങളുടെ വൈരുദ്ധ്യം അറിയും എന്ന് പറഞ്ഞ സമയം, അതിനുശേഷം കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ പിന്നെയും ബാക്കിലോട്ട് കുറച്ച് വർഷങ്ങൾക്ക് അറിയും, അതിന് പിന്നെയും തെളിവുകൾ പുറത്തു വന്നു, പിന്നെയും 6-7 വർഷത്തെ അറിവുണ്ട്. ഈ പറഞ്ഞ ബന്ധുവീടുകളൊക്കെ പോകുന്നുണ്ട്, അച്ഛൻ മരിക്കാൻ പോകുന്ന പോട്ടെ, അല്ലാതെ ബന്ധുവീടുകളൊക്കെ പോവാണ്, പരിപാടിക്കൊക്കെ പോവാണ്. അപ്പോൾ ഇത് അത്ര പെട്ടെന്ന് അടൂർ പ്രകാശിന് പറഞ്ഞങ്ങ് എസ്കേപ്പ് ആക്കാൻ പറ്റുന്ന ഒന്നാണോ ശ്രീ വസന്ത് സിറിയക്ക്? അല്ല ഹാഷ്മി, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് 2 കാര്യങ്ങൾ. ഒന്ന്, PK ഗോപൻ പറഞ്ഞത് ഞങ്ങൾ മാധ്യമങ്ങളെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് 4ാം തൂണിനെ വിളിച്ചത് ആരാണ് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ.
മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ച് പേരിട്ട് വിളിച്ച് കടക്ക് പുറത്ത് മാറി നിൽക്കങ്ങട് എന്ന് പറഞ്ഞ് അവരെ വരുതിക്ക് നിർത്താൻ നോക്കുന്നത് ആരാണ് എന്ന് കേരളത്തിനറിയാം. അതുകൊണ്ട് അങ്ങ് ഈ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ ഉപകാര സ്മരണയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ ഞങ്ങൾ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന പേരിന് മാധ്യമങ്ങളെ മുഴുവൻ നിലയ്ക്ക് നിർത്താനും പേടിപ്പിക്കാനും നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ജനം ഇളിക്കത്തേ ഉള്ളൂ. നിങ്ങളെ അപമാനിച്ച് ജനം ചിരിക്കുകയുള്ളൂ എന്ന് ഗോപൻ മനസ്സിലാക്കിയേക്കൊള്ളാം. 2, ഈ കേസിൻ്റെ ഒരു ക്രോണോളജി നോക്കാം. അതുകൊണ്ട് തന്നെയാണ് പോറ്റി വെളിയിൽ വന്നതിനെപ്പറ്റി ഞങ്ങൾ വളരെ കൃത്യമായി ആശങ്കപ്പെടുന്നത്. 1, പോറ്റി അറസ്റ്റ് ചെയ്യുന്നു. പോറ്റിയാണ് N വിജയകുമാറിനെയും പത്മകുമാറിനെയും ചൂണ്ടിക്കാണിക്കുന്നത്. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് N വാസു അറസ്റ്റിലാവുന്നത്. ഈ N വാസുവിൻ്റെയും പോറ്റിയുടെയും മൊഴികൾ അത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് SITക്ക് പോവേണ്ടി വരുന്നത്. പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അങ്ങനെ തന്നെയാണ് ഇത്. പക്ഷേ അപ്പോഴാണ് പോറ്റി വെളിയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് പോറ്റി വെളിയിലേക്ക് വരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെഷൻസ് കോടതി, വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. സുപ്രീം കോടതി ദൈവത്തെ തന്നെ അടിച്ചു മാറ്റിയല്ലോ പഹയന്മാരെ എന്നാണ് ചോദിച്ചത്. ഹൈക്കോടതി ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഏതാണ്ട് 92 പേജുള്ള വിധിവാചകത്തിൽ 20-26 തവണയാണ് ബിഗ് ഗൺസിലേക്ക് പോകൂ, നമ്മൾ ഈ പോയ 10-20 ദിവസം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നുണ്ടായ ഡെവലപ്മെന്റ് എന്താണ്? ഇന്നുണ്ടായ ഡെവലപ്മെന്റ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ വസന്തറിയൊക്കെ ഈ പറയുന്ന ഏതാനും ചിത്രങ്ങളുടെ പേരിൽ ഒരു MP വിളിച്ച് ചോദ്യം ചെയ്യുന്നു താങ്കൾ കരുതുന്നുണ്ടോ ആത്മാർത്ഥമായി? രാഷ്ട്രീയ പ്രേരിത നിലപാട് ആദ്യം അടൂർ പ്രകാശ് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അസ്വാഭാവികം ഉണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പറയുമ്പോൾ ഇല്ല എന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. അടൂർ പ്രകാശിനും ചില സംശയങ്ങൾ ഉള്ളിലുണ്ടെന്നേ ശ്രീ വസന്തറിയൊക്കെ. ഹാഷ്മി, ഞാൻ അതിലെ പ്രശ്നമാണ് പറഞ്ഞു വന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്? പോറ്റി വെളിയിൽ വന്നു. പോറ്റിൽ വെളിയിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഈ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. പോറ്റിക്ക് ഏതെങ്കിലും ദൂതൻ മുഖേന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇത് വൈകിപ്പിച്ച് നിങ്ങളെ വെളിയിൽ ഇറക്കിക്കോളാം എന്നോ ആ വാഗ്ദാനം കിട്ടിയിട്ടുണ്ടോ? പോറ്റി ആദ്യം കൊടുത്ത മൊഴി പിന്നീട് സ്റ്റെക്കായി നിന്നത് എന്തുകൊണ്ടാണ്? പോറ്റി ആദ്യം വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് മുമ്പോട്ട് പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? പത്മകുമാറിനപ്പുറത്തേക്ക് SITക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, പോറ്റി വെളിയിൽ വരുന്നതിന് മുമ്പേ ഇത് ആശങ്ക ഞങ്ങൾ പറഞ്ഞിരുന്നു. പോറ്റി വെളിയിൽ വന്നാൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പോറ്റിയുടെ മൊഴിയാണ് ഈ കേസിലെ ഒന്നാമത്തെ ബേസ്. ആ ബേസ് വെച്ചുകൊണ്ടാണ് SIT അന്വേഷണം മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ ആ ക്രോണോളജി പറഞ്ഞു തുടങ്ങിയത്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും. അപ്പൊ പോറ്റിയുടെ മൊഴിയുടെ ബേസിസിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതെങ്കിലോ ഇന്ന് അതേസമയം പോറ്റി ഉണ്ടായിരുന്നു അവിടെ. ഇനി പോറ്റിയുടെ മൊഴിയുടെ ബേസിസിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതെങ്കിലോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ദിവസം ഉള്ളിലുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പോറ്റിക്ക് പറയാനില്ലാത്തത്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വെളിയിൽ വന്ന് ജാമ്യത്തിൽ വന്ന ശേഷം എല്ലാവർക്കും ആക്സസബിൾ ആയ പോറ്റി, ആ പോറ്റിയുടെ മൊഴി എങ്ങനെ അടൂർ പ്രകാശിനെതിരെ തിരിഞ്ഞു, അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്നെങ്ങനെ പോറ്റിയിൽ നിന്ന് മൊഴി കിട്ടി എന്നതുകൂടി പരിശോധിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പോറ്റി വെളിയിൽ വന്നാൽ പൊളിറ്റിക്കലി അദ്ദേഹം കൺട്രോൾഡ് ആവും എന്ന് ഞങ്ങൾ പറയാനുള്ള കാര്യം അതാണെന്നേ. പോറ്റി വെളിയിൽ വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് പോറ്റിയുടെ മൊഴി അത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ തിരിച്ചു വെക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ SITയെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് അംബ്രാക്ക ഉംബ്ര എന്ന് പറഞ്ഞപ്പം മാനത്ത് നിന്ന് പൊട്ടി വീണ കൂട്ടരൊന്നുമല്ല. പെൻഷൻ വാങ്ങാൻ, ട്രാൻസ്ഫർ മേടിക്കാൻ, എല്ലാത്തിനും ഇതേ സർക്കാരിന്റെ മുമ്പിൽ പോകേണ്ട ആൾക്കാർ തന്നെയാണ് ഈ SIT ഇൻവെസ്റ്റിഗേഷൻ. ഈ കേസ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു 91 മുതലുള്ള അന്വേഷിക്കാം. അന്ന് ഹൈക്കോടതി പറഞ്ഞ ആവശ്യമില്ല, ഞങ്ങൾ പറഞ്ഞ ഫ്രെയിം വർക്കിൽ, ഞങ്ങൾ പറഞ്ഞ ടൈം ലൈനിൽ അന്വേഷിക്കണം. എന്നാൽ പിന്നീട് അതിനപ്പുറത്തേക്ക് വലിയ വാസ്റ്റ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയി കേസ് വൈകിപ്പിക്കാൻ SIT ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ വാജിവാഹനം കൊടിമരത്തിലേക്കൊക്കെ അന്വേഷണം വഴിതിരിഞ്ഞു പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംശയിക്കുന്നെങ്കിൽ നിങ്ങളെ പഴി പറയാൻ പറ്റില്ല. ശ്രീ PK ഗോപൻ, ഇവിടെ ഇതൊക്കെ ആയിക്കോട്ടെ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തോട്ടെ. ഇനി വേണ്ട അടൂർ പ്രകാശിന്റെ സാമ്പത്തിക ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഏതെങ്കിലും ചിത്രത്തിന്റെ പേരിൽ ഒരു MP UDF കൺവീനറെ ഈ പറഞ്ഞ SIT ചോദ്യം ചെയ്യാൻ വിളിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവാം, എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. പക്ഷേ അപ്പോഴും ഈ കേരളം നാണിച്ചുപോയ ക്ഷേത്രക്കുളം നടന്ന 1-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. വീണ്ടും അതിനുള്ള നീക്കമുണ്ടായത് പ്രശാന്തിന്റെ ബോർഡിന്റെ പോറ്റി പരവതാനി വിളിച്ചത് 2-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ശക്തരായ നേതാവ് ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടി നേതാവ് വാസുവാണ്. ചോദ്യം ചെയ്ത് ഇറങ്ങിപ്പോയ അടൂർ പ്രകാശിനെതിരെയും സോണിയാഗാന്ധിയും ചൂണ്ടിക്കാട്ടി കാതലായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാണോ ഇപ്പോഴും ശ്രീ PK ഗോപൻ? ശ്രീ ഹാഷ്മി, ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ശബരിമല കൊള്ളയെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് രാഷ്ട്രീയമായി മാറ്റിയല്ലോ. അത് രാഷ്ട്രീയമായി മാറ്റാൻ നല്ല പരിശ്രമം നടത്തിയ ഒരു പാർട്ടി മുന്നണിയാണല്ലോ UDF. അപ്പോൾ അവർ കേരള ജനതയുടെ മുമ്പിൽ
പ്രസ്താവിക്കാൻ പരിശ്രമിച്ചതും അവരെ നിരന്തരമായി ഇപ്പം തന്നെ ശ്രീ വസന്തിൻ്റെ ചർച്ചയിലുമൊക്കെ നിങ്ങളത് കേട്ടല്ലോ, ഉയർത്തിയ ഒരു പ്രശ്നം ഈ ശബരിമലയെ പോലുള്ള ഒരു പരിപാവനമായ ആരാധനാലയം കൊള്ളയടിക്കാൻ മുന്നിൽ നിന്ന കൊള്ളയടിച്ച് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെ സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അറസ്റ്റിലായി കിടപ്പുണ്ട്, പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വേണ്ടത്ര തെളിവുകളോടുകൂടി നമുക്ക് പുറത്തു വരേണ്ടത്. പക്ഷേ ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തേതോടുകൂടി കുറച്ചുകൂടി വ്യക്തമായി. അതിൽ ഉരുണ്ടിട്ട് കാര്യമുണ്ടോ? പോറ്റിയെ കയറ്റിയത് ആര് എന്ന് ചോദിച്ചാൽ പോറ്റിയെ കയറ്റിയത് ഞങ്ങളാണെന്ന് സത്യസന്ധമായി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കോൺഗ്രസ്സിന് കിട്ടിയ ഒരു അവസരം അവർ ഉപയോഗിക്കണം. അത് 2004 മുതൽ തുടങ്ങി. ഇപ്പോൾ അവസാനം നിത്യസന്ദർശകൻ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ്റെ വെളിപ്പെടുത്തൽ എന്താ? കടകംപള്ളി 2 തവണ ചെന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അടൂർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞത് നിത്യസന്ദർശകൻ പോറ്റിയുടെ വീട്ടിൽ. അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങിൽ പോലും നിത്യസന്ദർശകൻ. അവസാനം അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടുന്ന് ആളുകളെ പിരിച്ചുവിട്ടതിന് ശേഷം മാത്രം പുറത്തു പോകുന്ന ആൾ അടൂർ പ്രകാശ്. അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനത്തെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത് ഈന്തപ്പഴമാണെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് ഈന്തപ്പഴം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പോഴും ഉത്തരം തരാത്തൊരു ചോദ്യം ഞങ്ങൾ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് ചെല്ലാനുള്ള പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തതാരും, അവർക്ക് കൊടുത്ത സമ്മാന പൊതിയിൽ എന്തായിരുന്നു? ഇതിനൊരു ഉത്തരവും തന്നിട്ടില്ല. കെട്ടിയത് ബ്രേസ്ലെറ്റാണോ, ചരടാണോ, ജപിച്ച് കെട്ടിയതാണോ, വേറെന്തെങ്കിലും ആണോ? ഉത്തരം തരുന്നില്ല. അവർക്ക് അവിടെ സന്ദർശക രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്റർ പ്രകാരം ഇത് വെളിപ്പെടാവുന്ന കാര്യമുള്ളൂ. നാളെ പോലും പരിശോധിച്ച് എന്നാണ് വന്നതെന്നും ആര് വഴിയാണ് പെർമിഷൻ കിട്ടിയെന്നും പറയാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്താതെ ഈ സത്യസന്ധമായിട്ട് ഈ കാര്യം പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പത്രക്കാരോട് പറയുന്നില്ലെന്നുള്ളതാണ്. ആ സന്ദർഭം വിശദീകരിക്കാതെ പോകാൻ പറ്റത്തില്ല. പത്രക്കാരെ ക്ഷണിക്കാത്ത ഒരു LDFന്റെ മീറ്റിംഗ് പരസ്യമായിട്ട് ഒന്നും പറയാനില്ല. LDF മീറ്റിംഗ് അല്ല, അങ്ങ് ഓർമ്മക്കുറവുകൊണ്ട് പറയുന്നതാണ്. LDF മീറ്റിംഗ് അല്ല. ആ മീറ്റിംഗ് എന്താണ് ഞാൻ പറയട്ടെ. അതായത് കണ്ണൂരിലെ ഈ കൊലക്കത്തി രാഷ്ട്രീയം വേണ്ടെന്ന് വെക്കാൻ CPM RSS തമ്മിൽ ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. അന്ന് കൊടിയേരി പറഞ്ഞതാണ്, മാധ്യമങ്ങളെ അറിയിച്ച് മാധ്യമങ്ങൾ അങ്ങോട്ട് പോയതാണ്. ഒരുമിച്ചിരിക്കൽ പിണറായി വിജയൻ ഇഷ്ടമല്ല, അല്ലെ ഒരുമിച്ച് പുറത്തു വന്ന പിണറായി വിജയൻ ഇഷ്ടമല്ല, അതുകൊണ്ട് കടക്ക് പുറത്ത് പറഞ്ഞത് LDF മീറ്റിംഗ് ഒന്നും ചുമ്മാ പറയല്ലേ? അല്ല ശ്രീ ഹാഷ്മി, നിങ്ങളിപ്പോൾ LDFന്റെ മീറ്റിംഗ് അല്ല വേറൊരു മീറ്റിംഗ് ആണെന്ന് പറയുന്നു. ഞാൻ ആ മീറ്റിംഗിന്റെ കാര്യത്തിൽ തൽക്കാലം അത് ചരിത്രപരമായ ഒരു മീറ്റിംഗ് ആണ്. അതായത് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ RSS CPM സംഘർഷം ഒഴിവാക്കാൻ, കണ്ണൂരിലെ കൊലക്കത്തി രാഷ്ട്രീയം ഒഴിവാക്കാൻ നേതൃത്വം ഇരുന്ന ചർച്ചയാണ്. ആ നേതൃത്വ ചർച്ചയുടെ ഭാഗമായി അവിടെ കണ്ണൂരിൽ കൊലക്കത്തി രാഷ്ട്രീയം ഒഴിവായി. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അത്. LDF ഒഴിവാകല്ലേ? ശ്രീ ഹാഷ്മി, നമ്മുടെ ഈ ചർച്ചയിൽ കൊണ്ടുപോയി അത് വേണ്ട അങ്ങനെയാണ് ഞാൻ ചർച്ച തുടരത്തില്ല. ഇല്ല അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഞാൻ ഇടപെടുന്നു, ഇനിയാലും ഇടപെടത്തില്ല. അദ്ദേഹം ഇപ്പം എനിക്കെതിരെ വെള്ളം ഉണ്ടാക്കിയാലും അദ്ദേഹത്തിൻ്റെ ചർച്ച ഞാൻ ഇടപെടത്തില്ല. അത് പോട്ടെ, ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാനല്ല വന്നേ. ഞാൻ പറഞ്ഞത് അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അവിടെ പത്രക്കാർക്ക് ഇല്ലാത്ത മീറ്റിംഗ് ആണെന്ന് അങ്ങ് ആദ്യം അറിയണം. അങ്ങനെ ഒരു യോഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. പത്രസ്വാതന്ത്ര്യം പത്രക്കാർക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എന്ത് പത്രക്കാർക്ക് എന്ത് പ്രവേശന മീറ്റിംഗ് ആണ്? എന്ത് രഹസ്യ മീറ്റിംഗ് ആണത്? പത്രക്കാർക്ക് മീഡിയാസിന് പ്രവേശനമില്ലാത്ത ഒരു യോഗത്തിൽ എന്താണ് രഹസ്യ യോഗം? പാർട്ടിയുടെ യോഗമല്ല, അതൊരു പൊതുസ്ഥലത്ത് നടക്കുന്ന ഒരു പൊതു ഹോട്ടലിൽ നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ എന്താ രഹസ്യാത്മക? പിന്നെ അതിന്റെ ചർച്ച നടത്താം നമുക്ക്. താങ്കൾ അത് എടുത്തിട്ടെ താങ്കൾ അത് എടുത്തിട്ടെ മാധ്യമങ്ങളെ വിളിച്ചിട്ട് ആരാ പറയുന്നത്? അന്ന് മാധ്യമങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. എന്നിട്ടാ കടക്കപ്പുറത്ത് എന്താ കാരണം? RSSഉം CPM നേതൃത്വം ഒരുമിച്ചിരിക്കുന്നത് കാണുന്ന പിണറായിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. താങ്കൾ എടുത്തിട്ടാണ്. കാശ്മീർ ചുമ്മാതെ മണ്ടത്തരം വിളിച്ചു അല്ല, ഞാൻ ആധികാരികമായി പറയാം. നേതാവായിട്ട് ചർച്ച ചെയ്തേ ആധികാരികതയായിട്ട് പറയണ്ട. ഏത് നേതാവായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ പറ. RSSന്റെ ഏത് നേതാവായിട്ട് ചർച്ച ചെയ്തേ? ഏത് നേതാവിന്റെ പേര് നിങ്ങൾ പറ. നിങ്ങളെ ഞാൻ ചർച്ചയിൽ വെല്ലുവിളിച്ച് എനിക്ക് പരിചയമില്ല. RSSന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു.
RSSന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അന്നത്തെ പ്രാന്തീയകാര്യ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാടടച്ച് പറയാതെ നേതാവിന്റെ പേര് പറഞ്ഞേട്ടെ. അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഹരികൃഷ്ണൻ ജി ഉണ്ടായിരുന്നു. പേരുകളാണ് ഞാൻ പറയുന്നത്. ഹരികൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്, സുദർശൻ ജി നിങ്ങൾ നടത്തിയ വേറെ ചർച്ച. ആ യോഗത്തിൽ ഞാൻ ആ യോഗത്തെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. സംസാരിക്കാൻ വേണ്ടി ഞാൻ ആ യോഗത്തെ സ്വാഗതം ചെയ്ത ആൾ. എന്താ കാര്യം? നേതൃത്വം ഇത് ആലോചിച്ച് കണ്ണൂരിലെ ചോര വീഴ്ച മതിയായി. ഞാൻ സ്വാഗതം ചെയ്യുന്ന മീറ്റിങ്ങിനെ. ആ മീറ്റിങ്ങിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം എന്ന് പറഞ്ഞപ്പോൾ മാത്രമേ പറഞ്ഞുള്ളൂ. വിട്ടേക്കും, നമ്മുടെ വിഷയം അതല്ല. വിട്ടേക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഹാഷ്മി, വ്യത്യസ്ത സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷവും തർക്കങ്ങളും പരിഹരിക്കാൻ ഭരണപരമായ ഇടപെടലൊക്കെ ഏത് തലത്തിൽ വേണ്ടതായിട്ടുണ്ട്. അതല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ഈ കടക്ക് പുറത്ത് എന്ന വാചകം ഒരു നിഷേധാത്മകമായ നിലപാടിൻ്റെ ഭാഗമല്ല. അവർക്ക് സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറയലാണ് ചെയ്തത്. ഇരിക്കട്ടെ, അതായിക്കോട്ടെ. ഇതാണ് വിഷയം. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJPയുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞപ്പോൾ പിന്നെ ഈ കട്ടത് CPM, വിറ്റത് കോൺഗ്രസ്. ഇനി ഒരാളിൻ്റെ പേര് അതിനകത്തുണ്ടായിരുന്നല്ലോ. എന്താ പറയാത്തെ? ഇഡിക്ക് വഴിയറിയാൻ വയ്യാത്ത ഒരാളുണ്ടല്ലോ, തന്ത്രി. എന്താ BJP പറയാത്തെ? തന്ത്രി അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്ത്രിയുടെ വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാരാ? അപ്പോൾ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നതല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് ആര് വേണമെങ്കിലും കടത്തിക്കൊണ്ട് പോട്ടെ, അത് തന്ത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇതാണല്ലോ യുക്തി. ഇനി തന്ത്രിയെക്കുറിച്ച് അങ്ങ് ന്യായീകരിക്കാൻ നടത്തിയ ഒരു പരിശ്രമം, ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ കാര്യം അങ്ങ് പറയുന്നത്. ആ ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ ഏജന്റായിട്ട് നിന്നുകൊണ്ടാണ് 2017 പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ട് ചേർന്ന് മണി കൈമാറ്റം ചെയ്തത്. അതിന്റെ റിപ്പോർട്ട് വരാൻ പോവുക. അത് 2 ദിവസം ഒരു പത്രം, ഒരു ചാനൽ ഒരു ചാനൽ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് 2010 സമർപ്പിച്ച ഹൈക്കോടതി അങ്ങനെ റിപ്പോർട്ട് അയച്ചു തരാം. 2 മണി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എവിടൊക്കെ ഇരിക്കുന്നു പറയുന്നത്. ഇത് ഏതോ അഡ്വക്കേറ്റ് കമ്മീഷണർ പറയില്ലേ, ഇത് കോടതിയിൽ ഹാജരാക്കി കോടതി അംഗീകരിച്ച് കോടതി പ്രശംസിച്ച റിപ്പോർട്ട് കാര്യം പറയുന്നത്. ഞാൻ അയച്ചു. എന്താ ചെയ്യുക? ഒരു കാര്യവും പറയാൻ അങ്ങ് സമ്മതിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരുപാട് അയച്ചോ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം പറയട്ടെ. ഹൈക്കോടതിയിൽ ഈ വാജീവാഹനത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെടുത്താത്തൊരു കാര്യമുണ്ട്. ഹാഷ്മി മനസ്സിലാക്കിയോ? 2012 ദേവസ്വം ബോർഡ് ഈ വാജീവാഹനം പോലുള്ള മൂല്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തുകൂടാ എന്ന് ക്ലിയർ കട്ടായിട്ട് ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെടുത്തിയില്ല. അത് ശ്രദ്ധപ്പെടുത്തേണ്ടുന്ന മനു എസ് കുറുപ്പ് അത് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കുറ്റം. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇവിടെ രാജഗോപാൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗാണ്, ഈശ്വര ഭഗവാനെ എൻ്റെ അച്ഛൻ ഒന്നും വരുത്തല്ലേ, എങ്കിലും ആ കാലമാടൻ എനിക്ക് 5 സെൻറ്റ് വസ്തു വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള SITക്ക് ഉണ്ടായിട്ടുള്ള കുറ്റങ്ങൾ അദ്ദേഹം ആരോപിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കിങ്ങനൊന്നും പറഞ്ഞുകൂടാ. എൻ്റെ സാറേ, സാറിനേക്കാൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കേരളത്തിൽ എണ്ണം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉയർന്ന ആളുകളെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഗവൺമെൻറ്റിന് ഒരു കാര്യം ഇതിനകത്തില്ല, ഇത് ഹൈക്കോടതിയുടെ നല്ല ടീം അന്വേഷിക്കുന്നതാണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലുള്ള ആളുകൾ പ്രശംസിക്കുകയും ചെയ്ത ഈ SITക്കെതിരായിട്ടാണ് അങ്ങ് ഇരുന്നുകൊണ്ട് ഈ കൊച്ചു വർത്താനം പറഞ്ഞ്. എന്തുകൊണ്ടാണ്? തന്ത്രി അറസ്റ്റ് ചെയ്തതുകൊണ്ട്, അതുപോലെ മറ്റു പലരിലേക്ക് ഇത് പോകുന്നതുകൊണ്ട്. അതിൻ്റെ പേരിലുള്ള വിഷമം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം എന്താ? ഞങ്ങൾക്കുള്ള ഒന്നാമത്തെ ആത്മവിശ്വാസം, സർക്കാരിന് ഇതിൽ ഇടപെടാൻ പറ്റുന്നില്ല. സർക്കാരിന് ഇടപെടേണ്ട, സർക്കാരിന് ഇതിനെ കല്ലും നെല്ലും തിരിക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് SITയുടെ അന്വേഷണം സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ വെച്ച് 2 പേരെ ഉൾപ്പെടുത്താൻ വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവരും ആക്ഷേപിച്ചു. അതും ഹൈക്കോടതി ഓൺ ചെയ്തു. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്നവരെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേസ് ലാഗ് ചെയ്തെന്ന് പറഞ്ഞു. ലാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന ആരാ? സിംഗിൾ ബെഞ്ച്. ഈ സിംഗിൾ ബെഞ്ചിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? ഫുൾ ബെഞ്ച് അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച്. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നല്ലതുപോലെ ക്ലാരിറ്റി വരുത്തി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ആശങ്ക വേണ്ടെന്നൊരു കോടതി പറഞ്ഞാൽ ആ കോടതിയെ നിങ്ങൾ മാനിക്കാത്തത് എന്താ? SITയെ മാനിക്കാത്തത് എന്താ? ബഹുമാന്യ ഹൈക്കോടതിയെ മാനിക്കാത്തത് എന്താ? ഇപ്പൊ കോടതി വിമർശനം വേണ്ടെന്നോ പോലീസ് ടീമിനെ വിമർശിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുകയും ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന് തോന്നിയത് എഴുതി വെക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാ. അപ്പൊ ഹൈക്കോടതി ബഹുമാനിക്കാത്ത ആരാ? വളരെ ശരിയല്ലേ? അല്ല, അപ്പൊ ഹൈക്കോടതി ബഹുമാനിക്കാത്ത ആരാ? അപ്പൊ ഹൈക്കോടതി ബഹുമാനിക്കാത്ത ആരാ? അല്ല, ഹൈക്കോടതി അതെ സാർ, അതെ. ഈ സിംഗിൾ ബെഞ്ച് ഈ കേസിൽ
ശബരിമല കേസിന്റെ റിപ്പോർട്ടുകൾ മുഴുവൻ വരുന്നത് എവിടെയാ? ഡിവിഷൻ ബെഞ്ചിൽ. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനായി ശരിയാന്ന് പറഞ്ഞ് ഈ ബദറുദ്ദീനെ സപ്പോർട്ട് ചെയ്യാൻ എന്താ? ബഹുമാനായ ബദറുദ്ദീൻ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ എന്താ? ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ശരിയെന്ന് എഴുതി വെക്കാൻ എന്താ? അല്ല, ബദറുദ്ദീൻ പറഞ്ഞ തെറ്റാന്ന് എഴുതി വെക്കുന്നില്ല. ബദറുദ്ദീൻ പറഞ്ഞ ശരിയാണെന്നും തെറ്റാണെന്ന് എഴുതി വെക്കുന്നില്ല. പോട്ടെ, നമ്മുടെ വിഷയമല്ല. രണ്ട് കാര്യങ്ങളിലൊന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. രണ്ട് കാര്യം വ്യക്തത വരുത്തിക്കോട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞ 2 മണിയുടെ കാര്യം, 2 വലിയ മണിയുടെ കാര്യം, അതിൽ നടത്തിയ അറ്റകുറ്റപ്പണി അടക്കം, അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച മണി എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന അടക്കമുള്ള റിപ്പോർട്ട് നമ്മുടെ പൊതുസമക്ഷമുണ്ട്. വാജുവാഹനത്തിന്റെ കാര്യത്തിൽ, ഈ പറഞ്ഞ കൊടിമരത്തിന്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന്, ഇപ്പൊ കൊടിമരത്തിന്റെ കാര്യം കുറച്ചുകൂടി എവിഡന്റ് ആണ്. അതിന്റെ ആലോചനായോഗം മുതൽ ഏറ്റവും ഒടുവിൽ മണലിൽ വീണ സ്വർണം തരിയെടുത്തുകൊണ്ട് അരിച്ചു പറക്കി അത് മഹസറിൽ രേഖപ്പെടുത്തി ബാക്കി 13 ലക്ഷം രൂപ മാറ്റിവെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ 5 പൈസ അതിന് കൂലി വാങ്ങിച്ചില്ല. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അതെന്റെ അയ്യപ്പനുള്ള സമർപ്പണം എന്ന് അദ്ദേഹം പറഞ്ഞേ. അതൊക്കെ വ്യക്തമാണ്. അതിലൊന്നും യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കിയാൽ. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഈ SIT എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഒരു അന്വേഷണ സംഘത്തിന്റെ കൂട്ടായ്മയല്ല. ഈ പറയുന്ന എന്താണ് വസന്ത് സിറിക് പറയുന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്ന് UDFും കോൺഗ്രസും പറയുന്നതിൽ അതിൽ രാഷ്ട്രീയ മാർജിനുണ്ട്. ഇനി സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടെന്ന് വെക്കൂ, അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ വഴങ്ങാതിരിക്കാൻ തക്കവണ്ണം അമാനുഷികരോ സന്യാസി തുല്യ മാനസികാവസ്ഥ ഉള്ളവരോ ആണ് SIT. ശരി, ഇനി ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഈ പറഞ്ഞ ശമവും യമവും ഒക്കെ ശീലിച്ച് സന്യാസിരായെന്ന് വെക്ക്. മജ്ജയും മാംസവും പൂർവാശ്രമത്തിലേതാണ്. ഹൈക്കോടതി മേൽനോട്ടം ഒരു കുടബോർഡ് നിൽക്കുന്നുണ്ടെങ്കിലും SIT കേരള പോലീസാണ്. യുവരാജ് ഗോകുൽ, അത് പൂർണ്ണമായി നമുക്കങ്ങ് അവഗണിച്ച് സമ്പൂർണ്ണ ശുദ്ധരായ SIT, സമ്പൂർണ്ണ ശുദ്ധരായ ഡിവിഷൻ ബെഞ്ചിന് കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന SIT എന്നൊരു വിലയിരുത്തൽ നടത്തണോ? തീർച്ചയായിട്ടും അങ്ങനത്തെ അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. SIT നിലവിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെതായിട്ടുള്ള പരിപൂർണമായ സമ്മർദ്ദത്തിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപൻ പറഞ്ഞല്ലോ, എന്താണ് SIT തങ്ങളുടെ കീഴിലല്ല എന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസത്തിലാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം. ഈ SIT നിങ്ങളുടെ കീഴിലല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് മാത്രം SIT ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കാത്തത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ എത്തിക്കുന്നുണ്ട്. മറ്റ് ആൾക്കാരെ വിളിക്കുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും SITയുടെ മേൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ടും ആ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സഖാക്കൾ സ്വർണം കട്ടു എന്നുള്ളതിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് അതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ ആ പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് പാളിയത് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് അമ്പേ പരാജയപ്പെട്ടതുകൊണ്ടാണ്. ഞാനതാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞ, ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടതാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് പാളിപ്പോകാൻ കാരണം. കാരണം ജനപ്രതിനിധികളിലേക്കോ മറ്റു ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിലേക്കോ എത്തിക്കാതെ ദേവസ്വം ബോർഡ് തലത്തിലെ തന്നെ ഇതിനെ നിർത്തി ഒരു 3-4 പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അവർക്ക് സ്വാഭാവിക ജാമ്യം കൊടുത്ത് പിന്നീട് ഇവരാരുമല്ല തെറ്റുകാരെ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം കൊണ്ടെത്തിച്ച് രക്ഷപ്പെടാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ തന്ത്രി അല്ല, ഈ തന്ത്രി എന്താ BJP-കാരനാണ്? എനിക്ക് മനസ്സിലായില്ല. തന്ത്രിയെ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാതിരുന്നത്. തന്ത്രിക്ക് പിന്തുണ കൊടുത്ത് ജയിലിലൊന്നും അല്ലല്ലോ പോയത്. തന്ത്രിയുടെ കുടുംബാംഗങ്ങളെയല്ലേ സന്ദർശിച്ചത്? തന്ത്രി കുടുംബത്തെയല്ലേ സന്ദർശിച്ചത്? സ്വാഭാവികമായിട്ട് അവർ ചെങ്ങന്നൂരിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ആ പ്രദേശത്തെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള സന്ദീപ് വചസ്പതി അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. അവരൊരു പ്രമുഖ കുടുംബമാണ്. ആ കുടുംബത്തെ പോയി കണ്ടു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനകത്ത് എന്താണ് ഞങ്ങൾ ആരെങ്കിലും റോഡിലേക്ക് ഇറങ്ങിയോ? അങ്ങനല്ലേ? അതെ, പോറ്റിയുടെ കുടുംബത്തെ അല്ല, പോറ്റിയുടെ കുടുംബമല്ല, ശബരിമല പോറ്റിയുടെ കുടുംബമാണോ പ്രമുഖ കുടുംബം അല്ലയോ എന്നുള്ളതല്ല. തന്ത്രി കുടുംബം എന്ന് പറയുന്നത്, ശബരിമലയിലെ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് ആ വളരെ സുപ്രധാനമായിട്ടുള്ള, ഇപ്പൊ ഗുരുവായൂരിലെ തന്ത്രി കുടുംബമായിരുന്നാലും ശരി തന്നെയാണ്, അതുപോലത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രി കുടുംബങ്ങളായിരുന്നാലും ശരി തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിലെ ആൾക്കാരെ പോയി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് തന്ത്രിക്ക് പിന്തുണ എടുത്തിട്ട് ആരും ഇവിടെ ജയിലിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലല്ലോ. തന്ത്രിക്ക് പിന്തുണ എടുത്ത് ജയിലിൽ പോയി സന്ദർശിക്കാനൊന്നും ആരും തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ക്രിപ്റ്റ് അതിനകത്ത് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് വളരെ വ്യക്തതയുമുണ്ട്. ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ നവീൻ ബാബു അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ഒരു AD ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്ന ഒരു PP ദിവ്യ വിചാരിച്ചപ്പോൾ അത്രയും ഉന്നത തലത്തിലിരുന്ന ഒരു ഉദ്യോഗസ്ഥന് വരെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ SITയിൽ ജോലി ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും വെറുപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ രീതിക്ക് മാത്രമേ ഈ അന്വേഷണത്തിന്റെ പോക്കും മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും 1-2 പേരിൽ ഒതുക്കി തീർക്കാം എന്ന് വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാവുകയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ നിങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടാൻ ഒരാൾ എന്നുള്ള തലത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷം നിങ്ങളിത് പൂട്ടിക്കെട്ടി പോകാനാണ് പോകുന്നത്. ഇത് സോണിയാഗാന്ധിയിലേക്കും എത്താൻ പോകുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മുന്നണിയുടെ നേതാവാണ്, INDI മുന്നണിയുടെ നേതാവാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിക്ക് കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള തലത്തിലേക്ക് ഈ അന്വേഷണത്തിനെ കൊണ്ടെത്തിക്കുവാനുള്ള ധൈര്യം പിണറായി വിജയന്റെ സർക്കാരിനോ ഇല്ലാന്നേ. നമുക്ക് എല്ലാവർക്കും അതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ മറുപടി ചുരുങ്ങി നോക്കൾ. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്ന്, രാജേഷ് എന്ന് പറയുന്ന RSSകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ മീറ്റിംഗ് ഉണ്ടാകുന്നത്. ആ മീറ്റിംഗിൽ പങ്കെടുത്തത് അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, RSSന്റെ അന്നത്തെ സംസ്ഥാന ചീഫായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്റർ, അന്ന് കേരളത്തിലുള്ള BJPയുടെ ഒരേ ഒരു MLA O രാജഗോപാൽ എന്നുള്ളവരാണ്. അതുമായി ബന്ധപ്പെട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണനും സഖാവ് പിണറായി വിജയനുമാണ് പങ്കെടുത്തത്. പിന്നീട് ശ്രീ M ആയിരുന്നു മധ്യസ്ഥത വഹിച്ചത്. അതിനുശേഷം ഇൻസിഡൻസ് ഓഫ് അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ മീറ്റിംഗ് ഉണ്ടാകുന്നത്. അങ്ങ് പ്രകടിപ്പിച്ചതുപോലെ അതിൽ ആശങ്ക നമുക്കുണ്ടായിരുന്നു, സന്തോഷവും ഉണ്ടായിരുന്നു തീരുമെന്ന്. പക്ഷേ അക്രമം തീർന്നില്ല. പക്ഷേ ആ മീറ്റിംഗിന്റെ ഗുണമുണ്ടായത് 2021 2017 ജൂലൈയിലാണ് മീറ്റിംഗ് ഉണ്ടാകുന്നത്. 2021 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ മധ്യസ്ഥ CPMന് കുറച്ച് സ്ഥലം സർക്കാർ പതിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് ക്ലോസ്ഡ് മീറ്റിംഗ്, പെട്ടെന്ന് 2 ക്ലോസ്ഡ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞത്. മസ്കറ്റ് കോർട്ടിലാണ്, അല്ല ഇത് പറയണമല്ലോ, ജനം കേൾക്കണമല്ലോ. മസ്കറ്റ് കോർട്ടിലാണ് മീറ്റിംഗ് നടന്നത്. മസ്കറ്റ് കോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം ഇത് അതിന്റെ എൻട്രൻസ് ഭാഗമാണ്. എൻട്രൻസ് ഭാഗത്ത് നിന്ന്, മസ്കറ്റ് ഹോട്ടലിന്റെ എൻട്രൻസ് ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളെ ഇറക്കി വിടാൻ പിണറായി വിജയൻ എന്താണ് അധികാരം എന്നുള്ളത് കൂടി പറഞ്ഞാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പുറക്കെ എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിക്കില്ലേ ശ്രീ ഹാഷ്മി? ഞാനും അങ്ങുമൊക്കെ കലാലയ കാലത്ത് വിളിക്കില്ലേ? ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പറയും, വീണ്ടും അതിലുമുറക്കെ സ്വർണം കട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. ഇനി അതിന്റെ പേരിൽ KPCC ഓഫീസിൽ ക്യാൻറ്റീൻ നടത്തുന്ന മനുച്ചേട്ടനെ വിളിപ്പിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആ യോഗത്തിലേക്ക് മാധ്യമങ്ങൾ ക്ഷണിച്ചിട്ട് പോയവരാണ്. നമുക്ക് ആ ചർച്ചയിലേക്ക് പോകണ്ട. പക്ഷെ ഞാൻ ആധികാരികം പറയുന്നത് ആ യോഗത്തിലേക്ക് മാധ്യമങ്ങൾ ക്ഷണിച്ചിട്ട് പോയവരാണ്. ഏതെങ്കിലും ഒരു മാധ്യമം എക്സ്ക്ലൂസീവ് എടുക്കാൻ പോയതല്ല, എല്ലാവരും കൂടെ പോയതാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞോളൂ. ആ പാട്ടിന്റെ പല്ലവി മാറ്റിയാൽ മതി. പോറ്റിയെ കയറ്റിയത് ആരപ്പ, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് അപ്പ തിരുത്തി പാടിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. രണ്ടാമത്, തന്ത്രിയല്ല ആരായാലും മന്ത്രിയല്ല ആരായാലും പ്രതി തന്നെ. തന്ത്രിയുടെ കുടുംബമഹിമയും കുലമഹിമയൊക്കെയാണല്ലോ നോക്കി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ കുലത്തിനും കുടുംബത്തിനും ഇച്ചിരി കുറവൊന്നുമില്ല. പിന്നെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതി എന്തിനാ പത്മകുമാറിന്റെ വീട്ടിൽ പോയി അഭിവാദ്യം അർപ്പിക്കാൻ എന്താ? ശ്രീ വാസുവിന്റെ വീട്ടിൽ പോയി അഭിവാദ്യം അർപ്പിക്കാൻ എന്താ? എന്താന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതികളെല്ലാം പ്രതി തന്നെ. പിണറായി വിജയൻ നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിലെ കലാപത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ് അമിത്ഷാ. ആ അമിത്ഷായുടെ കേസ് പിടിക്കാൻ പോയ ജസ്റ്റിസ് റോയെ ജീവിച്ചിരിപ്പില്ല. ഒരുപാട് വിഷയത്തിലേക്ക് പോകുന്ന സമയമില്ല, നമ്മുടെ സമയം കഴിയാണ്. എന്തായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ദിവസത്തെ ശബരിമല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത. അപ്പോഴും തുണ്ടിമുതൽ എവിടെയാണെന്നറിയില്ല, കുറ്റപത്രം എവിടെയാണെന്നറിയില്ല, കുറ്റകൃത്യം നടത്തിയ ആ ക്രൈമിന്റെ രീതി എവിടെയാണെന്നറിയില്ല, അന്വേഷണത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയില്ല. അതിന് ഉത്തരം കേരളം ആഗ്രഹിക്കുന്നു. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.